ഹലോ, സേ cheers. ഇന്ന് ഉണ്ടാക്കാൻ പോണത് മുട്ടക്കറിയാണ്. ഞാനൊരു 5 മുട്ട പുഴുങ്ങിയിട്ട് അതിനെ തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കും. ഇനി അതിലേക്ക് 3 മീഡിയം സൈസ് വെല്ലുള്ളി ചേർത്ത് കൊടുക്കണം. ഉള്ളി കനം കുറച്ച് നീളത്തിൽ അരിയാൻ കേട്ടുള്ളൂ. ഈ ഉള്ളി ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വതക്കിയെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടുള്ളൂ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഉള്ളി വതങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിലേക്ക് നമ്മൾ 3 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് അരച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വതക്കിയിട്ടെടുക്കണം. കുറച്ച് ഉപ്പും ചേർത്ത് വതക്കിയാൽ ഉള്ളി ഒന്ന് വേഗം വതങ്ങി കിട്ടും. ഉള്ളിയുടെ കളറൊക്കെ ഇതുപോലെ കുറച്ച് ബ്രൗൺ ആയിട്ട് മാറി വരുമ്പോൾ അതിലേക്ക് 1.5 തക്കാളി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ സൈസാണെങ്കിൽ 2 എടുത്തോളൂ. ഇനി ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി വതങ്ങിയിട്ട് മാഷ് ആവണം. ഒന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ നന്നായി വെന്ത് കിട്ടും. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് ഇത്തിരി ലോ ഫ്ലെയിമിലിട്ട് വേവിക്കണം കേട്ടോ. തക്കാളിയും ഉള്ളിയൊക്കെ വതങ്ങിയ ശേഷം അതിലേക്ക് നമ്മൾ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ സാധാരണ ചില്ലി പൗഡർ, പിന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാല. കുറച്ചുകൂടെ കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുത്ത് ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് വതക്കിയെടുക്കണം. പിന്നെ ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. വെള്ളമൊക്കെ നമുക്ക് ആവശ്യമനുസരിച്ച് ചേർത്ത് കൊടുക്കാട്ടുള്ളൂ. പിന്നെ ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. കറി ഒന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് നമ്മൾ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതുപോലെ ഒന്ന് വരഞ്ഞിട്ട് ചേർക്കണം. മുട്ടക്കറിയുടെ കൺസിസ്റ്റൻസിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നല്ലോണം വെള്ളം ഒഴിച്ച് നീട്ട് അല്ല അങ്ങനെ കുറുക്കിയെടുക്കണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇനി ഈ മുട്ടയൊക്കെ ഈ മസാലയിൽ കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി പിടിപ്പിച്ചിട്ട് അതിനെ അടച്ച് വെച്ചിട്ട് കുറച്ചൊന്ന് വേവിക്കണം. ഒരു 2 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചാൽ മതി കേട്ടോ. പിന്നെ മല്ലിയില ചെറുതായി അരിഞ്ഞത് മുകളിൽ കൂടെ ഒന്ന് വതറി കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുന്നേ. ഇനി ഇതിനെ ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് അങ്ങനെ വെക്കൂ. പിന്നെ വിളമ്പിയാൽ മതി. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നന്നായിരിക്കും ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു. ബൈ ബൈ.